സ്കിന്ന് ക്ലിയർ ആവാനും നല്ല അടിപൊളിയായിട്ട് ബ്രൈറ്റൻ ആവാനൊക്കെ പറ്റിയൊരു പാക്ക് നമുക്ക് നോക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ അരിപ്പൊടിയാണ് വേണ്ടത്. അരിപ്പൊടി 2 സ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ. അതേമാതിരി തന്നെ 2 സ്പൂണ് തൈരും എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും ഒരേ അളവിലെടുത്തിട്ട് പേസ്റ്റ് രൂപത്തിൽ ക്രീമി രൂപത്തിലാക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് വീട്ടിൽ ഉണ്ടാക്കിയ തൈരാട്ടോ. വീട്ടിലുണ്ടാക്കിയ തൈര് അല്ലെങ്കിലും കുഴപ്പമില്ല. അതേമാതിരി അരിപ്പൊടി ഇല്ലെങ്കിലും പച്ചരി കുതിർത്തിട്ട് ഒരു 4 മണിക്കൂറെങ്കിലും കുതിർത്തി എടുത്തിട്ട് നല്ലപോലെ ഇതേമാതിരി ഫൈനായിട്ട് അരയ്ക്കാം. തരിതരിങ്ങനൊന്നും പാടില്ല കേട്ടോ. തരിതരിങ്ങനൊന്നും ഇല്ലാതെ ഇതേമാതിരി ക്രീമി പരുവത്തിൽ അരച്ചെടുക്കാം. ഇനി ഇത് മുഖത്തിൻ്റെ ഒരു ഭാഗത്താണ് കേട്ടോ അപ്പോൾ ഞാൻ തേച്ച് കാണിക്കുന്നത്. അപ്പോൾ ഒന്ന് തേക്കട്ടെ കേട്ടോ. അപ്പം നമുക്ക് മിക്കവർക്കുള്ളൊരു പ്രശ്നമാണ് പിമ്പിൾ മാർക്ക് അല്ലേ. പിമ്പിൾ മാർക്ക് ഉണ്ടാവാറുണ്ട്. അതേമാതിരി അൺഈവൻ സ്കിൻ ടോണ്, സൺ ടാൻ, ഇത് മൂന്നും ഭയങ്കര പ്രശ്നമുള്ളൊരു കാര്യമാണ്. അത് എളുപ്പത്തിൽ ഒന്ന് സ്കിന്നൊന്ന് ക്ലിയർ ആയിട്ട് കിട്ടാനായിട്ട് ചെയ്യാൻ പറ്റിയൊരു പാക്കാട്ടോ അത്. ഇതൊരു 20-25 മിനിറ്റ് നമുക്ക് മുഖത്തിന് വെക്കുമ്പോഴേക്കും തന്നെ ഡ്രൈ ആയി കിട്ടും. നന്നായിട്ട് ഉണങ്ങി വരുമ്പോഴേക്കും തന്നെ നമുക്ക് മുഖം കഴുകിയെടുക്കാം. ഞാനിപ്പോൾ ഇതൊരു 10-15 മിനിറ്റ് തന്നെ വെച്ചിട്ടുള്ളൂ കേട്ടോ. എനിക്ക് ഇതിപ്പോൾ അത്യാവശ്യം തന്നെ ഉണങ്ങി വരുന്നുണ്ട്. പക്ഷെ നന്നായിട്ട് ഇത്തിരി കൂടി ഉണങ്ങാനുണ്ട്. എനിക്ക് ഇത്തിരി പണിയായതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ കഴുകാൻ പോവാം. അപ്പോൾ ഇത് ആഴ്ചയിൽ 1-2 പ്രാവശ്യം ചെയ്യാം കേട്ടോ. റൈസ് മുഖത്തിന് നമ്മുടെ ബ്രൈറ്റൻ ചെയ്യാനും അതേമാതിരി ടൈറ്റൻ ചെയ്യാനൊക്കെ നല്ലതാട്ടോ. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. നല്ല സൂപ്പർ അടിപൊളി പാക്കാട്ടോ.